Hello everyone, welcome back to my channel. This is Venma. ഇന്ന് ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. പറയ് കേൾക്കട്ടെ. നമുക്കിന്ന് കർഡിനെ കുറിച്ച് സംസാരിച്ചാലോ? പിന്നെന്താ, ഞാൻ പറയാമല്ലോ, നിനക്കറിയാമോ, ഏറെ ഗുണങ്ങളുള്ള പ്രോബയോട്ടിക് ഫുഡാണ് ഈ കർഡ് എന്ന് പറയുന്ന സാധനം. നമ്മളുടെ എല്ലിനും പല്ലിനും ഒക്കെ വളരെ ഫലപ്രദമായ ഒന്നാണിത്. പക്ഷെ പുളിയുള്ള കർഡ് അത്ര നല്ലതല്ല. നമുക്ക് ലൂസ് മോഷൻ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ഈ കർഡ് നന്നായിട്ട് നേർപ്പിച്ച് ഈ കൊഴുപ്പെല്ലാം മാറ്റിയിട്ട് നല്ല നീട്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നല്ല ജലാംശം ഉണ്ടാകുകയും ലൂസ് മോഷൻ ആശ്വാസം കിട്ടുകയൊക്കെ ചെയ്യും. എക്സാക്ട്ലി. അതുപോലെ തന്നെ പ്രോട്ടീൻ, വിറ്റാമിൻ ബി, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക് എന്നിവയും ധാരാളമായിട്ട് കർഡിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നല്ലാതെ നമുക്ക് ബോഡിക്ക് നല്ല ജലാംശം കിട്ടും ഈ കർഡ് മോരുവെള്ളം യൂസ് ചെയ്താൽ. അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ കൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. കൊഴുപ്പില്ലാത്ത കർഡ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വേനൽക്കാലത്തും ഈ മോരുവെള്ളം കുടിച്ചാൽ മതിയല്ലോ. പിന്നില്ലാതെ കർഡ് ഉണ്ടാക്കാനായിട്ട് ഇപ്പം വളരെ ഈസി അല്ലേ. നമ്മൾ 1 ലിറ്റർ പാലെടുക്കുക. ആ പാലിലേക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ചെറു ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1-2 സ്പൂണ് കർഡ് എടുത്തിട്ട്, അധികം പുളിയില്ലാത്ത എടുത്താൽ മതി. പുളിയുള്ള എടുത്താൽ എന്താണെന്ന് പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര പുളിയാവും പോകും നമ്മുടെ കർഡിന്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് പുളിയില്ലാത്ത കർഡ് യൂസ് ചെയ്യുന്നത് നല്ലത്. ആ കർഡ് ഒഴിക്കുക, എന്നിട്ട് അത് അടച്ചിട്ട് അനക്കാതെ കുറച്ച് സമയത്തേക്ക് മാറ്റി, അതായത് ഒരു 6-7 മണിക്കൂർ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് കിട്ടുന്ന കർഡ് നല്ല അടിപൊളിയായിട്ട്, നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള. അപ്പം നല്ല കർഡ് കിട്ടുകയും ചെയ്യും, പുളിയില്ലാത്ത കർഡ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഒട്ടും പേടിക്കാതെ തന്നെ നല്ലതായിട്ട് യൂസ് ചെയ്യാനും പറ്റും. മതി മോള് കുറേ നേരം ആയല്ലോ തനിയെ പറഞ്ഞിരുന്ന് കഴിക്കുന്നത്. അപ്പം നീ കർഡാണോ കൂടുതലായിട്ടും കുക്ക് ചെയ്ത് കഴിക്കാറ്? ഒരു രക്ഷയില്ല കേട്ടോ ഈ സാധനം. യെസ് ഡിയർ, അങ്ങനെ തന്നെ ചോദിക്കും. നമ്മളിത് കുക്ക് ചെയ്ത് കഴിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് പറയുക, ഇതിനകത്ത് നല്ല ബാക്ടീരിയ എല്ലാം അങ്ങ് നശിച്ചു പോകും. നമ്മൾക്കപ്പോൾ ഈ നല്ല ബാക്ടീരിയ ഒക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ബോഡിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. ഓഹോ, അപ്പം ഇതിന് ദോഷങ്ങളൊന്നുമില്ലേ? ഉടനെ തന്നെ നമുക്ക് കുറ്റം അറിയേണ്ടത്. ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചോദിക്കുമല്ലോ, നീ പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ? ദോഷങ്ങൾ എന്ന് പറയാനായിട്ട് ഇപ്പം നമുക്ക് പനി, ചുമ, കഫ് പോലുള്ള ഇഷ്യൂസൊക്കെ ഉള്ളപ്പം നമ്മൾ ഡോക്ടർ പറയത്തില്ലേ തണുത്ത ആഹാരങ്ങളൊക്കെ ഒഴിവാക്കണം. ആ സമയത്തൊക്കെ കർഡ് തീർച്ചയായിട്ടും മാറ്റി നിർത്തണം. ഓക്കെ, അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ യോഗട്ട്? ഓക്കെ, യോഗട്ട് എന്താണെന്ന് ചോദിച്ചാൽ നല്ല കട്ട തൈരാണ് യോഗട്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതും യോഗട്ടാണ്, കണ്ടില്ലേ? ഇത് പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ നല്ല കട്ടയായിട്ടുണ്ടാവുക. കട്ട തൈരാണ് യോഗട്ട്. പലതരം ബാക്ടീരിയകൾ പുളിപ്പിച്ചിട്ടാണ് ഈ യോഗട്ട് റെഡിയാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിനക്കറിയോ, ഈ ബാക്ടീരിയകളൊക്കെ അടങ്ങിയ ക്യാപ്സ്യൂൾസ് നമ്മൾക്ക് വാങ്ങാൻ കിട്ടും. ഈ ക്യാപ്സ്യൂൾ ചേർത്തിട്ട് വീട്ടിൽ യോഗട്ട് റെഡിയാക്കാം. എന്നാൽ പോലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലതായിട്ടുള്ളതെന്ന് പറയുന്നത്, നമ്മൾ പാലിൽ തൈര് ചേർത്തിട്ട് തൈരുണ്ടാക്കില്ലേ, അതിന് പകരം നമ്മൾ യോഗട്ട് ചേർക്കുക. തൈരിലേക്ക് യോഗട്ട് ചേർത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള യോഗട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഈ യോഗട്ട് ക്ലോത്തിൽ ഇങ്ങനെ കെട്ടിയിടുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വെള്ളം മുഴുവൻ ഊർന്നു പോയിട്ട് നല്ല തിക്കായിട്ടുള്ള കർഡ് കിട്ടും. അതിനാണ് ഗ്രീക്ക് യോഗട്ട് എന്ന് പറയുന്നത്. ഇച്ചിരി കൂടെ കൊഴുപ്പേറിയത്, ഇച്ചിരി കൂടെ കട്ടിയുള്ളതുമായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ നമ്മൾ ഈ ഗ്രീക്ക് യോഗട്ട് എടുക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ നിന്ന് വീഴുന്ന, ഞാൻ പറഞ്ഞില്ലേ ഒരു വെള്ളം വീഴുന്നു, ആ വെള്ളം നമ്മൾ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അതിനകത്തുനിന്ന് ആ കിട്ടുന്ന വെള്ളത്തിനാണ് വേ വാട്ടർ എന്ന് പറയുന്നത്. ആ വേ വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ പലതരം ഫുഡ് തയ്യാറാക്കി എടുക്കാറുണ്ട്. അത് കൊളസ്ട്രോളിന് വളരെ നല്ലതാണ് വേ വാട്ടർ. ഈ വേ വാട്ടർ വെയിറ്റ് കുറയ്ക്കാൻ നല്ല കേട്ടോ. ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ വെയിറ്റൊക്കെ കുറഞ്ഞ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. വെയിറ്റൊക്കെ കുറഞ്ഞു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, ഈ കർഡ് നമ്മുടെ ബോഡിക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്കിന്നിന് ഓൾസോ നല്ല അടിപൊളി ഒരു ഇതാണ്. നമ്മൾ പലതരം പാക്കുകളൊക്കെ ഇടാറുണ്ട് കർഡ് യൂസ് ചെയ്തിട്ട്. നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട്, നമ്മുടെ സണ്ണിൽ നിന്ന് അടിക്കുന്ന ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും വളരെ നല്ലതാണ് കർഡ്. ഓക്കെ, എന്നാൽ പിന്നെ നിനക്ക് അതുകൂടെ ഷെയർ ചെയ്തുകൂടെ? അതല്ലേ നമ്മൾ നോക്കിയിരിക്കുന്ന കാര്യം. പിന്നില്ലേ, നമ്മൾ ഇനി ഫേസ് പാക്കുകളും കർഡ് യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ കാണണം. ചാനൽ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാകാതിരിക്കാൻ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ കൂടെ ഓൺ ആക്കിയിട്ട് നോട്ടിഫിക്കേഷൻ എല്ലാം ഓൺ ആക്കിയിട്ട് വെച്ചേക്കുക. ഞാൻ എപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾ കയറി കാണുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് വീഡിയോസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ കാണും വരെ ടാറ്റാ.